ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദ ഇഷിതയുടെ നാളെ രാത്രി വിക്രമിനെ അവിടുന്ന് മാറ്റാന്ന് പറയാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് തിരിച്ച് വീട്ടിലെത്താണ്. എത്തിക്കഴിഞ്ഞാൽ വർഷയോടേക്കും ഇന്നലെ രാത്രി വേദ എങ്ങോട്ടേക്കും പോയിണ്ടായിരുന്നോ? വർഷ പറയും, അതെനിക്ക് എങ്ങനെ അറിയാം, ഞാനും നിങ്ങളും ഒരു റൂമിലല്ലേ ഉണ്ടായിരുന്നത്, എന്തു പറ്റി, അവളിപ്പോ ഇവിടെ ഉണ്ടോ? അപ്പോൾ വർഷ പറയും, ഇല്ല. കാർ എടുത്തിട്ടുണ്ടോ? ഇല്ല, ടാക്സിയിലാ പോയത്. ശ്രീകാന്ത് വയ്ക്കും, പിന്നെന്തിനാ അവള് കാറ് കഴുകിയത്? ഈ ദിവസങ്ങളില് അവളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിരുന്നോ? വർഷ പറയും, അതിനവൾ എന്നോട് സംസാരിക്കാറില്ലല്ലോ, പിന്നെ എങ്ങനെ? എന്താ ഇപ്പൊ ചോദിക്കാൻ കാര്യം? ശ്രീകാന്ത് വയ്ക്കും, ഒന്നുമില്ല. ദീപ്തിയുടെ അവൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങാറേ ഇല്ല. നിനക്ക് ചായ വേണോ വയ്ക്കുമ്പോ ശ്രീകാന്ത് വേണ്ടാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണേ. എന്നിട്ട് ദീപ്തിയുടെ ഡോറിൽ പോയി തട്ടും. ദീപ്തി ഫോണിൽ കളിക്കണേ, കതക് തുറന്നു കൊടുക്കും. ഇന്ന് രാവിലെ നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനിരുന്നതായിരുന്നു ഞാൻ, പക്ഷെ വരാല് തെന്നും പോലെ അവൻ തെന്നിക്കളഞ്ഞു. ഇന്നലെ രാത്രി വേദ എങ്ങോട്ടെങ്കിലും പോകുന്നത് നീ കണ്ടായിരുന്നോ? ദീപ്തി അറിയും, ഇല്ല. രാത്രി അവൾ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണോ? ദീപ്തി അറിയും, ഒരു 1:30 സമയത്ത് രാത്രി ആരോ ഇതിലൂടെ നടക്കുന്ന പോലെ തോന്നിയിരുന്നോ? ശ്രീകാന്തിക്കും, എന്നിട്ട് ഞാൻ ഡോർ തുറന്നു നോക്കിയപ്പോ ആരെയും കണ്ടില്ല. വരുണിന്റെ കൊലയ്ക്ക് വാസവൻ പകരം വീട്ടിൽ നിന്ന് പറയാനുള്ളതായിരുന്നു നിന്നോടുള്ള സന്തോഷ വാർത്ത. പക്ഷെ അവൻ ഇന്നലെ വാസവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെടാൻ അവനെ സഹായിച്ചത് നിന്റെ ചേച്ചിയാ വേദ. കാര്യം നീയും വരുണുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമായിരുന്നില്ല. പക്ഷെ ഞാനത് തുറന്നു പറയാ, അല്ലാതെ നിന്നെയും അവനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്നിട്ട് അവസരം കിട്ടിയപ്പോ വെറും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവസരം കിട്ടിയപ്പോ കൊല്ലാൻ നോക്കല്ല ചെയ്തത്. ദീപ്തി പറയും, വിക്രം ചേട്ടൻ ഒരിക്കലും അത് ചെയ്യില്ലെന്നാ വേദിച്ച് പറയണത്. ശ്രീകാന്ത് പറയും, വിക്രം ചേട്ടൻ അവനെ പോലെ ഒരു ബ്രോൺ ക്രിമിനൽ എന്തും ചെയ്യും. ഒരു വർഷം അവന്റെ കൂടെ ജീവിച്ചിട്ട് നിന്റെ വേദിച്ചിക്കും ആ സ്വഭാവമായിട്ടുണ്ട്. ദീപ്തിക്കും ശ്രീയേട്ടൻ എന്തൊക്കെയാ പറയണത്? ശ്രീ പറയും, നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. വരുണിന്റെ കൊലപാതകം വിക്രം പ്ലാൻ ചെയ്ത് നടത്തിയ ഒന്നാണ്. ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ചും വിക്രം അതിന് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നീയും വരുണും അടുപ്പമുണ്ടായപ്പോ അവര് നിങ്ങളോട് അടുപ്പം കാണിച്ചു. എല്ലാവരുടെയും മുന്നില് അവനും വരുണുമായി പ്രശ്നമില്ലെന്ന് വരുത്തി തീർത്ത് ഇലക്ഷനിടയില് മനഃപൂർവ്വം ഒരു ലഹള ഉണ്ടാക്കി അതിൽ പെടുത്തി വരുണിനെ കൊന്നു. ദീപ്തി പറയും, മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ശ്രീകാന്ത് പറയും, എന്നിട്ട് ആ കൊലപാതകയെ രക്ഷിക്കാനാണ് നിന്റെ ചേച്ചി ഇപ്പൊ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു കാര്യം ഉറപ്പാണേ, ആ വിക്രം എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. ഒപ്പോ നിന്റെ കണ്ണീരിന് അതിനിപ്പോ ഒരു വിലയും കൽപ്പിക്കാത്തത് നിന്റെ ചേച്ചിയാണ്, നിന്റെ സ്വന്തം കൂടപ്പിറപ്പ്. അത് ഓർമ്മയുണ്ടായിരുന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടുന്ന് പോകും. ദീപ്തി ഡോറടച്ച് അകത്തിരുന്ന് വീണ്ടും കരയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പുറത്തൊരു സ്ഥലത്ത് വെച്ച് ശ്രീകാന്തും ചന്ദ്രശേഖരനും കാണാണ്. എന്താടാ, നിന്റെ ഫോൺ വിളിയില് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, എന്തു പറ്റി? ശ്രീകാന്ത് പറയും, ഇന്നലത്തോടെ അവന്റെ അധ്യായം അവസാനിക്കുന്ന കരുതിയത്, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. അപ്പൊ ചന്ദ്രശേഖരൻ പറയും, നീ ഒരു കാര്യം പ്ലാൻ ചെയ്തപ്പോഴേ അത് പിഴയ്ക്കുന്നു ഞാൻ വിചാരിച്ചതാ. ഇത്ര എളുപ്പത്തിൽ കിട്ടിയിട്ട് കയ്യിന്ന് കളഞ്ഞല്ലോ നീയെ. ശ്രീകാന്ത് പറയും, വാസവൻ അത് വൃത്തിയായി കൈകാര്യം ചെയ്യുന്നായിരുന്നു എന്റെ വിശ്വാസം. നീ അയാളോട് സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടോ? ശ്രീകാന്ത് പറയും, ഇല്ല, രാത്രിയാ വിളിച്ചത്, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വാസവനും ഞാനും കൂടെ രാവിലെ അവിടെ ചെന്ന് നോക്കി. വിക്രമിന് വെടിയിട്ടുന്ന് വാസവൻ പറഞ്ഞത് ശരിയായിരുന്നു. ആ ചോരപ്പാട് അന്വേഷിച്ചു പോയപ്പോ അത് റോഡിൽ അവസാനിച്ചു. അവിടെയാണെങ്കിലേ ഒരു വണ്ടിയുടെ വീലിന്റെ പാടുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ പറയും, അപ്പൊ അവന് വെടി കൊണ്ടതറിഞ്ഞ് ആരോ വന്ന് കാറിൽ കയറ്റി കൊണ്ടുപോയിരിക്കണം, അത് എളുപ്പമല്ലേ? അപ്പോ ശ്രീകാന്ത് പറയും, അവന്റെ ഫോണിലേക്ക് ഞാനും വിളിച്ചിരുന്നു ഇന്നലെ ഇന്നൊക്കെ, പക്ഷെ അത് സ്വിച്ച് ഓഫാ. ചന്ദ്രശേഖരൻ ചോദിക്കും, വാസവൻ പോയതറിഞ്ഞേ പിന്തുടർന്ന് ആരെങ്കിലും പോയിട്ടുണ്ടാവോ? അതിന് സംശയമില്ല, എന്റെ സംശയം മറ്റൊന്നാണ്. രാവിലെ ഞാൻ വാസവന്റെ അടുത്ത് പോകാൻ ഇറങ്ങുമ്പോ വേദ കാറ് കഴുകുന്നുണ്ടായിരുന്നു. പൊതുവെ അവള് വണ്ടി ഓടിക്കാത്തതാ, പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു. അവളുടെ സംസാരത്തിലെ വല്ലാത്ത അഹങ്കാരവും പുച്ഛമൊക്കെ എനിക്ക് തോന്നി. ചന്ദ്രശേഖരൻ പറയും, അതിന് അവൾക്ക് നിന്നോട് എന്നാ ബഹുമാനം ഉണ്ടായിട്ടുള്ളത്? അല്ല പിന്നെ. അപ്പൊ ശ്രീകാന്ത് പറയും, അതല്ല, ഞാൻ അടുത്ത് ചെന്നപ്പോ അവൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ കാറിന്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ ചോദിക്കും, എന്ന് വെച്ചാ? അല്ല, സാധാരണ കാറിന്റെ പുറംഭാഗല്ലേ കഴുകുക, അവള് കാറിന്റെ പിൻസീറ്റും കൂടെ കഴുകി. നീ ചോദിച്ചില്ലേ? ശ്രീകാന്ത് പറയും, അതിനെന്നെ പരിഹസിക്കുന്ന രീതിയിൽ അവള് മറുപടി പറഞ്ഞത്. ആ സ്പോട്ടിലെ കാറിന്റെ വീലിന്റെ പാട് കണ്ടപ്പോ അവള് കാറ് കഴുകിയത് എനിക്ക് ഓർമ്മ വന്നത്. ചന്ദ്രശേഖരൻ ചോദിക്കും, പിന്നെ അവളോടൊന്നും സംസാരിച്ചില്ലേ? ശ്രീകാന്ത് പറയും, തിരിച്ചു വന്നപ്പോഴേക്കും അവള് പോയി. എങ്ങോട്ടേക്ക്? അത് അവള് ആരോടും പറഞ്ഞിട്ടില്ല. കാർ എടുത്തിട്ടുണ്ടോ? ഇല്ല, ടാക്സിയിലാ പോയത്. ചന്ദ്രശേഖരൻ ചോദിക്കും, പിന്നെന്തിനാ അവള് കാറ് കഴുകിയത്? അതാണ് എന്റെയും സംശയം. ഇന്നലെ രാത്രി അവളായിരിക്കോ ആ സ്പോട്ടിൽ നിന്ന് വിക്രമനെ രക്ഷിച്ചിട്ടുണ്ടാവുക? അവന്റെ ദേഹത്തുനിന്ന് സീറ്റിലായ ബ്ലഡിന്റെ സ്റ്റെയിൻ കളയാനായിരിക്കോ അവള് കാറ് കഴുകിയത്? ചന്ദ്രശേഖരൻ പറയും, അത് എന്നോടാ ചോദിക്കുന്നത്? അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അത് നീ തന്നെ കണ്ടുപിടിക്കാനായിരുന്നു. നീ ചിന്തിക്കുന്ന പോലെ അവള് വിക്രമിനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെയാണ്. നീ വാസവനായി സംസാരിക്കുന്നത് അവള് കേട്ട് കാണും. ശ്രീകാന്ത് പറയും, പക്ഷെ ഇന്നലെ രാത്രി അവള് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ദീപ്തി പറയുന്നത്. ചന്ദ്രശേഖരൻ പറയും, രാത്രി മുഴുവനും എല്ലാവരും ഉറക്കമൊഴിച്ച് അവളെ നോക്കിയിരിക്കുകയാണോ? അല്ലല്ലോ, എല്ലാരും ഉറങ്ങിന്ന് ഉറപ്പായപ്പോ അവള് പോയി കാണും, ചെയ്യാനുള്ളത് ചെയ്ത് തിരിച്ചു വന്നു കാണും. ശ്രീകാന്തേ, നിന്റെ ബുദ്ധിയല്ല അവളുടേത്. നീ മനസ്സിൽ വിചാരിക്കുമ്പോ അവള് പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കും. ശ്രീകാന്ത് പറയും, ഇതൊക്കെ നമ്മുടെ തോന്നലാവാലോ, ശരിയാവണമെന്നില്ലല്ലോ. ചില തോന്നലുകൾ പ്രധാനമാണ് ശ്രീകാന്ത്. വിക്രമിനെ ഒളിപ്പിച്ചത് അവളാണെങ്കിൽ അത് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ അത് എവിടെയായിരിക്കും? ചന്ദ്രശേഖരൻ പറയും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തായിരിക്കും അത്.
ഒന്നിനെയും ശ്രദ്ധിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അതിനെ നമ്മുടെ മുന്നിൽ തന്നെ വെക്കാന്നുള്ളതാണ്. ശ്രീകാന്ത് വെക്കും എന്ന് വെച്ചാ ചന്ദ്രശേഖരൻ പറയും, അറിയില്ല, ഇനി നീ എന്തായാലും അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്ക്, അവളുടെ അസ്വാഭാവികമായ ഒരു ചലനം പോലും നീ ശ്രദ്ധിക്കാതെ പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് ശരിയെന്ന് പറയാണ് കേട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കാം, വിനായകൻ അങ്ങോട്ട് വരും. മാഷ് പത്രം വായിക്കുമ്പോൾ വിനായകൻ വന്നിങ്ങനെ നോക്കും. നോട്ടം കാണുമ്പോൾ ഒരു ഷീറ്റ് എടുത്ത് കൊടുക്കണേ. അവന്റെ വാർത്ത പത്രത്തിലുണ്ടോ നോക്കായിരുന്നോ? മാഷ് പറയും, എന്നിട്ട് എന്തിനാ ഒറ്റ കൊടുക്കാനാണോ? അച്ഛൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. മാഷ് പറയും, ചതിയും വഞ്ചനയും ചിലർക്ക് ജന്മശീലമാണ്. കയ്യിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് കൂടുമ്പോ ജന്മം നൽകിയവരെ പറ്റും, പിന്നെയാണോ കൂടപ്പുറപ്പ്? വിനായകന് സങ്കടാവുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ ചായ ആറ്റി കൊണ്ടുവന്ന് കൊടുക്കണം മാഷിന്. വിനയൻ എടുക്കണ വയ്ക്കുമ്പോ വേണ്ടെന്ന് പറയും. കമല എവിടെ? അമ്മ രാവിലെ അമ്പലത്തിൽ പോയതാ, വിക്രമിന്റെ പേരിൽ എന്തോ വഴിപാടുണ്ട്. പാവം, എത്ര കാലായി അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പൂജയും തുടങ്ങിയിട്ട്. നേരെ ആവായിരിക്കും. ശ്രീജ പറയും, അതെ അച്ഛാ, അവനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിയും, ഉറപ്പ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണേ. ഇതേ സമയം നന്ദിനി വെള്ളം ഇങ്ങനെ പോരാട്ടോ. അപ്പോഴായിരിക്കും അങ്ങോട്ട് വാസ്തവം വരുന്നത്. നന്ദിനി ഞെട്ടിപ്പോവും. ആ കിണറിലേക്ക് തന്നെ വെള്ളം പോവാട്ടോ. എന്നിട്ട് അച്ഛാന്ന് വിളിച്ച് ഓടിച്ചെല്ലും. എന്താ, അയാൾ വീണ്ടും? ആര്, വാസവനോ എന്ന് വിനായകൻ ചോദിക്കുമ്പോ അതെന്ന് പറയും. അപ്പോഴേക്കും മാഷു വിനായകനും ശ്രീജയും നന്ദിനിയൊക്കെ അങ്ങോട്ട് ചെല്ലണേ. അപ്പോഴേക്കും വാസവൻ ആ ഉമ്മറത്തേക്ക് കയറി വരും. കൂടെ കുറച്ച് ഗുണ്ടകളും ഉണ്ട്. എന്താടോ, തന്റെ മോൻ ഇതുവരെ വന്നില്ലേ? മാഷ് പറയും, ഞാൻ പറഞ്ഞല്ലോ, അവൻ എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അന്നത്തെ രാത്രിക്ക് ശേഷം അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ നാട്ടിൽ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ പരതി. അവനെന്താ മാഞ്ഞുപോയോ? വിനായകൻ പറയും, നിങ്ങളൊന്ന് പരിശോധിച്ചു പോയതല്ലേ, എന്താ അതിനുശേഷം വന്നൂടാന്നില്ലല്ലോ എന്ന് വാസവനും പറയും. കാര്യം നോക്കടാ എന്ന് പറയുമ്പോൾ ഗുണ്ടകൾ കയറാൻ പോകുമ്പോ മാഷ് തടഞ്ഞു വെക്കും. അന്ന് തന്നെ നിങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ പോയത്. ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാ, ഞങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കരുത്. എന്റെ സ്വസ്ഥതയും കുടുംബത്തിന്റെ അന്തരീക്ഷമാണ് അവൻ ഇല്ലാതാക്കിയത് എന്ന് വാസവൻ മുന്നോട്ട് കയറി എന്ന് പറയാ. എന്നിട്ട് തന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടണോ? കയറി നോക്കടോ എന്ന് പറയുമ്പോ ഗുണ്ട മാഷിനെയും വിനയനെയും തടയാൻ വന്നപ്പോ അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് കയറി പോവാണേ. ശ്രീജ ആകെ പേടിക്കുന്നുണ്ട്. നന്ദിനി വിനയനെ വേഗം പോയി എഴുന്നേൽപ്പിക്കുക. മാഷോറി, ഞങ്ങൾ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ആനന്ദെങ്കിലും ആയിക്കോ. പക്ഷെ അവൻ ഇവിടെ ഇല്ല. വാസവൻ അകത്തേക്ക് കയറിയിട്ട് പറയും, ഇന്ന് അവൻ ഇവിടെ ഇല്ലെന്നറിയാം, പക്ഷെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ വരും എന്ന് പറഞ്ഞ് ശ്രീജനെയും നന്ദിനെയും നോക്കണേ. നിങ്ങൾക്ക് വേദനിക്കുമ്പോ അവനും അറിഞ്ഞിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് മാഷിന്റെ കഴുത്തിന് പിടിക്കും. അയ്യോ, അച്ഛന് വിട് എന്ന് പറഞ്ഞ് ശ്രീജ വേഗം കൈ പിടിക്കണേ. കരയുന്നുണ്ടെങ്കിലും വാസവൻ വിടുന്നില്ല. എന്നിട്ടും അവൻ വന്നിട്ടില്ലെങ്കിലേ ഈ വരവിന്റെ രീതി ഞാനങ്ങ് മാറ്റും. അച്ഛനൊന്നും ചെയ്യില്ലേ എന്ന് ശ്രീജ ഇങ്ങനെ പറയുമ്പോ വാസവൻ പറയും, എന്നാ നിന്നെയാവാം. അതാവുമ്പോ വാസവനൊരു തമാശയാവും. എന്താ വേണോടി എന്ന് പറഞ്ഞ് വാസവൻ ശ്രീജയ്ക്ക് നേരെ പോകുമ്പോ, തെമ്മാടിത്തരം പറയുന്നോടെ തെമ്മാടി എന്ന് പറഞ്ഞ് മാഷ് അത് തടയുമ്പോ മാഷിന്റെ കരണം തടിച്ച് വീഴ്ത്താണ് മാഷിനെ. വീഴാൻ പോകുമ്പോ ശ്രീജ പിടിക്കും. ഡാ എന്ന് പറഞ്ഞ് വിനായകൻ വരുമ്പോ വാസവൻ വിനായകന് ഒരു ചവിട്ട് കൊടുക്കും. അടിച്ചു പൊളിക്കടാ എന്ന് പറയുമ്പോ ഗുണ്ടകൾ അതൊക്കെ ചെയ്യൂട്ടോ. അവൻ അവിടെ ഇല്ലേ? ഇല്ല, എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എങ്കിലിതാ അവൻ വരുമ്പോ കിടക്കേണ്ട ആ റൂമുണ്ടല്ലോ, അതും കൂടി ഒന്ന് വൃത്തിയാക്കിയേക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞേക്കും. അങ്ങനെ ഗുണ്ടകൾ അവിടെയും പോയി അലങ്കോലാക്കാണ്. അപ്പോഴായിരിക്കും ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി കമല അങ്ങോട്ട് വരുന്നത്. വാസവനെ കാണുമ്പോൾ ആകെ പേടിക്കുന്നുണ്ട്. അമ്മ അവിടെ വന്ന് നിൽക്കുമ്പോ മാഷ് അടുത്തേക്ക് വന്നിട്ട് വാസവനോട് പറയും, അവളെ ഒന്നും ചെയ്യരുത്. വാസവൻ പറയും, ഇല്ലടോ, ഗതി കേട്ടാലേ വാസവൻ പെണ്ണുങ്ങളുടെ നേരെ പോവുള്ളൂ. ഗതി കേട്ടാൽ അത് ചെയ്യുന്ന ഓർമ്മ വേണം. അവൻ വിളിക്കുമ്പോ ഇവിടെ നടന്നതെല്ലാം പറഞ്ഞു കൊടുക്കണേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കണം. അല്ലെങ്കിൽ വാസവൻ ഇനിയും വരും, പകലല്ല രാത്രി. അങ്ങനെ കുടുംബത്തിന്റെ ഉറക്കം കളയാതിരിക്കണമെങ്കിൽ അവനോട് എന്റെ മുന്നിൽ വരാൻ പറ. എന്താ കയ്യില് എന്ന് നോക്കുമ്പോ കമലമ്മ പേടിച്ചു നിൽക്കുക. ചി കാണിക്കടി എന്ന് പറയുമ്പോ അമ്മ എടുത്തു കൊടുക്കും. ഓ, അമ്പലത്തിലെ പ്രസാദം മകന് വേണ്ടിയായിരിക്കില്ലേ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചിട്ട് അതിലെ പ്രസാദമൊക്കെ ഊതി കളയാണ്. ഈ വാസവൻ കെണിയൊരുക്കി കാത്തിരിക്കുമ്പോ ഒരു ദൈവം അവനെ രക്ഷിക്കാൻ പോകുന്നില്ല. വാടു എന്ന് പറഞ്ഞ് ഗുണ്ടകളെ കൂട്ടി വാസവനോടൊന്ന് പോവാട്ടോ. കമലമ്മ ആകെ ടെൻഷൻ ആയിട്ടുണ്ട്. മാഷിനടുത്ത് ചെന്നിങ്ങനെ നോക്കലും പെട്ടെന്ന് തലകറങ്ങി വീഴും. എല്ലാരും പേടിക്കും. പെട്ടെന്ന് തന്നെ അവിടെ ഇരുത്തിട്ടോ. പിന്നീട് എല്ലാരും കൂടെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അതിനുശേഷം കാണിക്കുന്ന പ്രൊമോയിലിട്ടോ ആരും അറിയാതെ ഇഷിത വിക്രമിനെ വേദയുടെ വീട്ടിലാക്കുന്നതാട്ടോ. ഈ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്